അപ്പോൾ ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കലോടുകൂടെ 21-ാം രാവ് ആരംഭിക്കുകയാണ്. റമദാൻ മാസത്തിൻ്റെ 21-ാം രാവിൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിച്ചു. സുബ്ഹിയാകുമ്പോൾ നല്ല മഴ പെയ്തു. അന്ന് രാത്രി മഴവെള്ളത്തിൽ കുതിർന്ന പായയിലാണ്, ചളിയെല്ലാം നിറഞ്ഞ പായയിൽ ഞങ്ങളെല്ലാവരും തലവെച്ച് സുജൂദ് ചെയ്തു. അന്ന് രാത്രി ലൈലത്തുൽ ഖദറായിരുന്നു. 21-ാം രാവിന് ലൈലത്തുൽ ഖദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ കഥ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയും ചെയ്തു, 21-ാം രാവ് ലൈലത്തുൽ ഖദറാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രം നിസ്കരിക്കുന്നൊരു നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ പേരെന്തുവാ? പറ. ഉറങ്ങിയാൽ മാത്രമേ ആ നിസ്കാരത്തിൻ്റെ സമയമാവുള്ളൂ. ഉറങ്ങിയിട്ട് എണിക്കണം. ഇശാ നിസ്കരിച്ചതിൻ്റെ ശേഷം രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരാണ് തഹജ്ജുദ്. നാം തറാവീഹ് നിസ്കരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവ്വാബീൻ നിസ്കാരം മഗ്‌രിബിൻ്റെ ഇടയിൽ മഗ്‌രിബിന് ശേഷം നിസ്കരിക്കുന്നു. ഇശാ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്നെങ്കിൽ വീട്ടിൽ നല്ല അറിവുള്ളവരെ നിർത്തി, പെണ്ണുങ്ങളെ നിർത്തി, ആണുങ്ങൾ പള്ളി വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നിർത്തി നല്ലൊരു ജമാഅത്താക്കി ശേഷം തറാവീഹ് 20 കഴിയുമെങ്കിൽ നിസ്കരിച്ച് അതിനുശേഷം കുറച്ച് ഖുർആനൊക്കെ ഓതി ദിക്റൊക്കെ ചൊല്ലി കഴിയുമെങ്കിൽ ഒരു തസ്ബീഹ് നിസ്കാരവും നിസ്കരിച്ച് കുറച്ച് ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഇരുന്ന് ഉറക്കം വന്നാൽ ഇരുന്നിട്ടോ കിടന്നിട്ടോ കുറച്ച് ഉറങ്ങുക. കാരണം കുറേ ഉറങ്ങാനുള്ള രാത്രിയല്ല. 1000 മാസങ്ങളെക്കാൾ 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയമായി ആ സമയത്തെ അള്ളാഹു നമുക്ക് മാറ്റിത്തരികയാണ്. അഥവാ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ അത് 83 കൊല്ലത്തിൻ്റെ അത്രയും സമയം ഇബാദത്ത് ചെയ്ത കൂലി നമ്മുടെ ഏടിൽ അല്ലാഹ് എഴുതുകയാണ്. നമുക്കുള്ളതായ കിതാബിൽ, നമ്മുടെ വലതും ഇടതുമുള്ള കിതാബുണ്ടല്ലോ, അതിൽ നന്മയുടെ കിതാബിൽ 83 വർഷത്തെ ഇബാദത്തിനെ എഴുതിപ്പോയി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്നറിയോ സഹോദരി? ഖുർആൻ ചോദിക്കുകയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതാണ്. 1000 കൊല്ലല്ലട്ടോ, 1000 മാസം. അത് 1000 കൊല്ലമായും അർത്ഥം വെക്കാമെന്നാണ് ഉസ്താദുമാർ പറയുന്നത്. കാരണം അത് 1000 എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അറബിയിൽ ഏറ്റവും വലിയ അക്കം, വലിയ കണക്ക് അൽഫാണ്. നമ്മളെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ലാക്കും ലക്ഷവും കോടിയൊക്കെ ഉണ്ടെങ്കിൽ അറബിയിൽ അൽഫിൻ്റെ അപ്പുറം ഇല്ല. ഇനി ലക്ഷമാക്കണമെങ്കിൽ അൽഫ്, കോടിയാക്കണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയാനില്ല. 100 അൽഫ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. അതുപോലെ തന്നെ അൽഫ് എന്ന് പറഞ്ഞാൽ പിന്നെ 10,000, അങ്ങനെ 10 ലക്ഷം, അങ്ങനെ കൂട്ടി പറയുമ്പോഴൊക്കെ അൽഫ് എന്ന വാക്കല്ലാതെ അതിൻ്റെ അപ്പുറം ഇല്ല. 100 കഴിഞ്ഞാൽ അൽഫ് എന്ന് പറഞ്ഞാൽ 1000. 1000-ന് മേലെ അക്കമില്ല അറബിയിൽ. പിന്നെ കൂട്ടി ഉണ്ടാക്കണം. 1000 എന്നൊക്കെ പറയേണ്ടി വരും കൂടുതൽ പറയണമെങ്കിൽ. അതുകൊണ്ടാണ് അൽഫ് ഉപയോഗിച്ചത്. അൽഫിനേക്കാൾ കൂടുതൽ, 1000 മാസത്തേക്കാൾ കൂടുതൽ പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അൽഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ എത്രയോ അധികം കണക്കിലേക്ക് കൂട്ടാൻ പറ്റിയ ഒരു വാക്കായതുകൊണ്ട് അതിലും അപ്പുറം ഉള്ള സമയം ഇബാദത്ത് ചെയ്ത കൂലി അല്ലാഹ് തരികയാണ്. അന്ന് രാത്രി മലക്കുകളുടെ പെരുന്നാളാണ്. നമ്മുടെ പെരുന്നാൾ നോമ്പ് കഴിയുമ്പോഴാണ്. മലായിക്കത്തിൽ കിറാമിന് അന്ന് പെരുന്നാളാണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാണോ അപ്പോൾ ഇന്ന് രാത്രി ലൈലത്തുൽ ഖദറാണ്. അത് ഉറപ്പിച്ചു കൊള്ളണം. അപ്പോൾ പിന്നെ 23, 25, 27 ഉണ്ടല്ലോ. ഓരോ ഒറ്റയായ രാത്രിയും ബസസംഖ്യയിൽ ഓരോ
23, 25 അങ്ങനെ ബസസംഖ്യ വരുന്നല്ലോ. ആ സംഖ്യയിൽ മുഴുവനും ലൈലത്തുൽ ഖദർ ഉറപ്പിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ഇത് 5-ൽ ഉറപ്പിച്ച് തന്നിട്ട് നിനക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പറയുക എനിക്ക് ആ ദിവസം തന്നെ പറഞ്ഞിരുന്നു, വലിയ ആളായിപ്പോയി നീ. അള്ളാഹു ചില കാര്യങ്ങളെ മറച്ചു വെച്ചിട്ടുണ്ട്. തൗബ സ്വീകരിച്ചോ ഇല്ലേ എന്നൊരാൾക്ക് അള്ളാഹ് അറിയിക്കാറില്ല. വലിയ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആരാണ്, ആണേതാണ് പെണ്ണേതാണ് അറിയില്ല. അത് ചിലപ്പോൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മുടെ അമ്മായി ആയിരിക്കാം. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, പിറ്റേന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ തോന്നുന്നത്. ഒരു പക്ഷേ ഔലിയാക്കളിൽപ്പെട്ട മഹദിയായിരിക്കാം, അതറിയില്ലല്ലോ. ചിലപ്പോൾ കടല വിറ്റ് നടക്കുന്ന ഒരു സാധാരണക്കാരനായ ആളായിരിക്കാം, ഹോട്ടൽ ജോലി ചെയ്യുന്ന താടി വെച്ച ഒരിക്കയായിരിക്കാം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യൻ ഒളിച്ചു നിൽക്കുന്നത്. അതുപോലെ പലതും മറച്ചു വെച്ചിട്ടുണ്ട്. ആ വിഷയം സുദീർഘമാണ്. അതേപോലെ മരിക്കുന്ന സമയം എപ്പോഴാണെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. എന്തിനാ? എല്ലാ സമയത്തും മരിക്കാൻ തയ്യാറാകാൻ വേണ്ടി, തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. തൗബ ശരിയായ നിലക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ദിവസമായ അവസാനത്തെ ദിവസമാണിത്. മരിക്കാൻ പോകുന്നതല്ല, മഗ്ഫിറത്തിൻ്റെ ദോഷം പൊറുക്കുന്ന 10ൻ്റെ അവസാന ദിവസമാണിന്ന്. തൗബ എപ്പോഴും ചെയ്യാം. തൗബൻ്റെ വാതിൽ മാലം യുഗർഗിർ എന്നാണ് ഹദീസിൽ പറഞ്ഞത്. റൂഹ് തൊണ്ടക്കുഴിയിൽ ഗറഗറാന്നാകുന്നത് വരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തണത് വരെ തൗബയുടെ വാതിൽ നിനക്ക് തുറന്നു തന്നിട്ടുണ്ട്. നിന്റെ ഖിയാമത്ത് നാൾ അതാണ്, മരണം. പിന്നെ വലിയ ഖിയാമത്ത് നാൾ വരുന്ന സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുമ്പോൾ അതുമുതലും പിന്നെ തൗബ ആർക്കുമില്ല. അതുവരെ നമുക്ക് തൗബ ചെയ്യാം. ഇതുവരെ കേൾക്കാത്തൊരു മസല പറയട്ടെ, തുടങ്ങി. അത് ഇടയ്ക്ക് ഒന്ന് പറയാം, ഒരു രസത്തിന്. നമുക്ക് ഈ ക്ലാസ് ഒന്ന് വിജയിപ്പിക്കണം. നമ്മുടെ മുസ്ലിം ജമാഅത്ത് എന്ന എ പി ഉസ്താദ് ഉണ്ടാക്കിയ എല്ലാ സംഘടനയുടെയും തലപ്പത്ത് നിൽക്കുന്ന വലിയ സംഘടനയാണ് നമ്മുടെ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. അവരുടെ വകയാണ് ഈ ക്ലാസ് വെക്കുന്നത്. നിങ്ങളിടുന്ന പൈസ അവരുടെ സംഘടനയിലേക്കാണ് പോകുന്നത്. പിന്നെ ഉസ്താദിന് എന്തെങ്കിലും പ്രത്യേകം നൽകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നിങ്ങളെല്ലാം തീരുമാനിച്ച അവസാനത്തെ ക്ലാസ്സിൽ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയും അവർ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി അതിയ തരുന്നുണ്ടെങ്കിൽ അത് വേറെ തരാം. നിങ്ങൾ ബക്കറ്റിലിടുന്നത് സംഘടനയ്ക്കാണ് പോകുന്നത്. ആ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഹാജർ എടുക്കാൻ വേണ്ടിയിട്ട്. ഹാജർ എടുക്കുന്നതിനാ? ഹാജർ സർ, ഹാജർ ഉസ്താദ് എന്ന് പറയാനല്ല. പിന്നെ ഞാനിവിടെ ഒരു കടലാസ് വെച്ചിട്ടുണ്ട്. ഇപ്പം എത്ര ആൾ വന്നിന് അവരെ പേരൊന്ന് എഴുതാൻ. സക്കീന ഒന്ന് ഇവിടെ വന്നാൽ നന്നായിരുന്നു. സക്കീന എന്ന് ഒരാളെ പേര് പറഞ്ഞതാണ്. ആരെങ്കിലും മദ്രസ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഒരു കടലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് വന്നേ. ബാ, ഇതിൽ എല്ലാവരുടെ പേര് നമ്പറിട്ട് എഴുതാം. 1 ഇന്നാള്, 2 ഇന്നാള് നിങ്ങൾ എഴുതുക. എന്നിട്ട് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊരു പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഹാജർ പട്ടിക കൊണ്ടുവരുന്നുണ്ട്. അതിലെല്ലാവരെയും പേര് ഞാൻ എഴുതുന്നുണ്ട്. ബാ, അതോടൊപ്പിട്ടാണ്. ആ നീലയിൽ എഴുതുക. അത് നീ വന്നിന് കറക്റ്റായി ഞാൻ ചെല്ലും. അത് താഴെ വീണ്ടില്ലേ അതിലിതാ. എന്നിട്ടില്ലേ അവസാനം ഞാൻ ഒരു മിനിറ്റ് ഫസ്റ്റ് കിട്ടിയ ആളുകൾ എല്ലാവർക്കും സമ്മാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ സമ്മാനം ഉണ്ടാവും. അതിൻ്റെ പുറമെ ആ ഫസ്റ്റ് കിട്ടിയവരിൽ നിന്ന് നറുക്കെടുപ്പ് നടത്തിയിട്ട് ഒരു സ്വർണ്ണ മോതിരം അടുത്ത റമദാനിൽ സമ്മാനം തരാനാണ് മുസ്ലിം ജമാഅത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ സന്ദേശം എല്ലാവർക്കും അറിയിക്കണം. ഈ ക്ലാസ്സിൽ എല്ലാ മാസവും ഇത് നടക്കും. അടുത്ത ഞായറാഴ്ച ഈ റമദാൻ്റേത് അവസാനിക്കുമല്ലോ. അടുത്ത ഞായറാഴ്ച റമദാൻ ക്ലാസ് അവസാനിക്കും. പിന്നെ മാസാമാസം നടക്കുന്ന മഹിളാ ക്ലാസ്സാണ് ഉണ്ടാവുക. അതിലേക്ക് വരുന്ന എല്ലാവരുടെയും ഹാജർ നമ്മൾ എടുത്ത് അതിന് ഫസ്റ്റ് കിട്ടിയവർക്കൊരു സമ്മാനം എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് ഒരാളെ വെയ്യൊക്കെ എന്താക്കും, നറുക്കെടുപ്പിലൂടെ എടുത്തിട്ട് ഒരു സ്വർണ്ണ മോതിരം, ഒരു ബംഗാറിൻ്റെ മൊയ്രം ഇൻഷാ അല്ലാഹ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ വിചാരിച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ, തരാൻ അവർക്ക് തൗഫീക്ക് ചെയ്യട്ടെ, ക്ലാസ് എടുക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്കും അല്ലാഹ് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ലൈലത്തുൽ ഖദർ വരാൻ പോവാണ്. എന്നാൽ 20-ാം ദിവസം ഇന്ന് മഗ്രിബ് വരെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി
യാ റബ്ബൽ ആലമീൻ. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനി അടുത്ത റമദാനിലെ മഗ്ഫിറത്തിൻ്റെ 10 നമുക്ക് കിട്ടുകയുള്ളൂ. തൗബ ചെയ്യാൻ പോകുന്നതായ മനുഷ്യർ ആ അവസാനത്തെ ദിവസം ഇതാണ്. തൗബയിൽ നമ്മൾ പിണങ്ങിയ ആളുകൾ തമ്മിൽ ശരിയാവുക കൂടി വേണം, ചോദിച്ചിട്ടുള്ള ആളുകൾ ശരിയാവണം. ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇതുവരെ നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത ഒന്ന് പറയാം. സലാത്തു തൗബ, തൗബയുടെ നിസ്കാരം എന്ന് പറഞ്ഞൊരു ഒരു നിസ്കാരമുണ്ട്, കേട്ടിനാ? തൗബ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഇതെവിടെ കിതാബിലുണ്ട്. ഒമിൻഹു സലാത്തു തൗബ, തൗബ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിസ്കാരം നിസ്കരിക്കണം. എത്ര റക്അത്താണ്? റക്അത്താനി, 2 റക്അത്താണ്. 2 റക്അത്താണ് തൗബയുടെ നിസ്കാരം. തൗബ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചോളണം എന്ന് പറഞ്ഞ് അള്ളാഹു തആലക്ക് വേണ്ടി തൗബൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക. വയൻവി സുന്നത്ത തൗബ, തൗബയുടെ സുന്നത്ത് നിസ്കാരം എന്ന് കരുതാൻ തന്നെയാണ് പറയുന്നത്. പിന്നെ യൊതസിഹാനി ബഅദഹ, അത് നിസ്കരിച്ച് ഒരാൾ തൗബ ചെയ്താൽ ആ നിസ്കാരം ശരിയാകും. പിന്നെ തൗബ ശരിയാകും എന്നാണ്. തസ്ഹു ബഅദഹ, തൗബ നിസ്കരിച്ച് പിന്നെ യൊതസിഹാനി ബഅദഹ, തൗബ ചെയ്തിട്ടും നിസ്കരിക്കാമെന്നാണ് പറയുന്നത്. ഇനി പിന്നെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ തൗബ കഴിഞ്ഞിട്ടും നിസ്കരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ തൗബക്ക് മുമ്പാണ് എന്താക്കേണ്ടത്? ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത്. തൗബ ചെയ്തിട്ടും ഇത് നിസ്കരിക്കാം. മുമ്പ് നിസ്കരിക്കാത്ത ആളുകൾ തൗബയുടെ സുന്നത്ത് നിസ്കാരം. തൗബ നിർബന്ധമാണ്, എല്ലാവർക്കും ചെയ്യൽ നിർബന്ധമാണ്. ചെറുദോഷത്തിന് വരെ തൗബ നിർബന്ധമാണ്. തൗബനെ പിന്തിക്കൽ മറ്റൊരു തൗബക്ക് കാരണമാണ്. പിന്തിച്ചതിന് വേറെ തൗബ ചെയ്യണം, സമയം പോക്കിയതിന്. മാത്രമല്ല തൗബയിലൂടെ, ഒരു തൗബയിലൂടെ ചെറുദോഷം മാത്രമല്ല എത്ര വലിയ ദോഷവും അള്ളാഹു പുറത്തു തരും, യാതൊരു സംശയവുമില്ല. അപ്പോൾ തൗബ ശരിയാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിസ്കാരമാണ് ഞാൻ പറഞ്ഞത്. ഈ തൗബ സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ കടലാസ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പീടികയെന്ന് വാങ്ങി അതിൻ്റെ ബില്ല് കിട്ടും. ഒരാൾക്ക് നമ്മൾ പൈസ അയച്ചാൽ അത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരും. നമ്മുടെ തൗബ സ്വീകരിച്ചു എന്നതിന് എന്തു മെസ്സേജാണ് നമുക്ക് കിട്ടിയത്? തൗബ ചെയ്തപ്പോഴേക്ക് നമ്മൾ നന്നായി എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം തൗബയുടെ സ്വീകാര്യത അല്ലാഹ് മറച്ചു വെച്ചത് ധാരാളം തൗബ ചെയ്യാനാ. മരണം, അതിൻ്റെ സമയം മറച്ചു വെച്ചത് എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങാനാ. അതുപോലെ ലൈലത്തുൽ ഖദർ അത് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മോടുള്ള സ്നേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് റമളാനിലാണ് ഉറപ്പ്. റമളാനിലാണ്. റമളാനിലെ എല്ലാ രാത്രിയിലും ഒരാൾ നന്മ ചെയ്താൽ ആ കൂലി കിട്ടി. എന്നിട്ട് പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കുക. ചെറിയൊരു ക്ലൂ ആണ് തന്നത്. എന്നിട്ട് പറഞ്ഞു അവസാനത്തെ 10 മാത്രമല്ല, അതിലെ ഒറ്റയായ രാത്രികളിൽ, അതിലെ ബസസംഖ്യയിൽ നിങ്ങൾ അത് അന്വേഷിക്കുക. ഇത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ക്ലൂ തന്നിട്ട് അവസാനത്തെ 10 ഒറ്റയായ രാത്രി 5 ഉള്ളൂ. 21 പറ, 23 പിന്നെ 25, 27, 29 ഈ 5 രാത്രികൾ. 5 കൂപ്പൺ എടുത്താൽ 5-1 ബമ്പർ സമ്മാനമുണ്ട്. എന്താണ്? 83 വർഷത്തിൻ്റെ കൂലിയുള്ള രാത്രിയാണ്. ഈ രാത്രിയിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിയണം. ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരാണ് തഹജ്ജുദ് നിസ്കാരം. കേട്ടോ, അള്ളാഹുവിനെ അറിഞ്ഞ മറിയം ബീബി റളിയല്ലാഹു അൻഹ നിസ്കരിച്ച നിസ്കാരമാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിട്ടില്ല. കാരണം നിസ്കാരം നിർബന്ധമാവുകയോ അതിനെക്കുറിച്ച് പഠിപ്പിക്കുകയോ ചെയ്ത സമയത്തല്ല. അതേസമയം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ധാരാളം നിസ്കരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിട്ട് കരയാറുണ്ട്. മുഖമക്കന, അവിടുത്തെ മുഖത്തെ മറച്ചു വെച്ച മക്കന, ആ കണ്ണീര് കൊണ്ട് കുതിരാറുണ്ടായിരുന്നു. നഫീസ ബീബി റളിയല്ലാഹു അൻഹ സ്വന്തം കൈകൊണ്ട് ഒരു ഖബർ കുഴിച്ചിട്ട് ആറ്റലർക്കാരത്തിനാല്
ഖബറദൈകൂസിത്തെ അനദിയിലിറങ്ങിന മാസാടിടും ബീദത്തെ. ആറ്റലർ കരത്തിനാലെ ഖബറ് അതൈ കുസിത്തെ കുഴിച്ചേ എന്നാണ് അർത്ഥം. സ്വന്തം കൈകൊണ്ട് മാന്തി ഖബറ് കുഴിച്ചു. ചെറിയ ആയുധങ്ങളെടുത്ത് കൊട്ടും പിക്കാസും എടുത്ത് മഹദി തന്നെ ഖബറ് കുഴിക്കുകയാണ്. അതൊരു നിസ്കരിക്കാൻ ആകുന്ന അത്രയും ഒരു റൂം പോലെ കുഴിച്ച് ആഴത്തിലൊരു കുഴി കുഴിച്ചിട്ട് 6000 ഖത്മ് ആ ഖബറിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓതി തീർത്തു. നിസ്കരിച്ചുകൊണ്ടും ഇരുന്നും കിടന്നുമെല്ലാം നിസ്കാരത്തിൽ തഹജ്ജുദിൽ ഖത്തം തീർത്തുകൊണ്ടും അവരോധി. ആ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുക. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നിസ്കാരം മുറുകെ പിടിക്കൂ മക്കളെ. ഫൈന്നഹു ദഅബുസ് സ്വാലിഹീന ഖബലക്കും, നിങ്ങളിൽ നിന്ന് മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെയും സ്വാലിഹാത്തുകളുടെയും നിസ്കാരമാണത്. മറിയം ബീബി റളിയല്ലാഹു അൻഹാ മെഹ്റാബിൽ നിന്ന് മാറിയിട്ടില്ല. പള്ളിക്ക് നേർച്ചയാക്കിയ ഉമ്മയല്ലേ, ആ ഉമ്മാനെ തന്നെ പള്ളിക്ക് നേർച്ചയാക്കിയതാണ്. അത് പണ്ടങ്ങനെയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ്. പള്ളിയുടെ മുകളിൽ ഒരു ടെൻറ്റ് കെട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മഹദി മെഹ്റാബിലിരിക്കുമ്പോൾ ഖുർആൻ അവരുടെ മെഹ്റാബിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. വകഫലഹാ സക്കരിയ, അവരെ നോക്കാൻ കുടുംബക്കാരനായ സക്കരിയ നബി അലൈഹിസ്സലാമിനാണ് ചാൻസ് കിട്ടിയത്. അവർക്ക് ഡ്രസ്സ് കൊണ്ടുകൊണ്ടു കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഏറ്റത് സക്കരിയ നബി അലൈഹിസ്സലാമിനെയാണ് ഏൽപ്പിച്ചത്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, അവർ നിസ്കരിക്കുന്ന മുസല്ലപ്പായിട്ട് ആ മെഹ്റാബിലേക്ക് അവർ തഹജ്ജുദ് നിസ്കരിക്കുന്ന, ദുഹാ നിസ്കരിക്കുന്ന, അവ്വാബീൻ നിസ്കരിക്കുന്ന, തസ്ബീഹ് നിസ്കരിക്കുന്ന ആ മെഹ്റാബിലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചൊല്ലുമ്പോൾ വജദ ഇൻദഹാ റിസ്ഖാ, മഹദിയുടെ അടുക്കൽ നല്ല നല്ല ഭക്ഷണം കാണുന്നു, നല്ല ഫ്രൂട്ട്സുകൾ കാണുന്നു. അക്കാലത്തൊന്നും മാർക്കറ്റിൽ കിട്ടാത്ത റയറായ കുറേ ഫ്രൂട്ട്സുകളെല്ലാം കൊണ്ടുവന്ന് വെച്ചത് കാണുമ്പോൾ അത്ഭുതത്തോടെ കാല സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. ഖുർആൻ പറയുക, യാ മറിയമു അന്നാ ലക്കി ഹദാ, ഇതെവിടുന്ന് കിട്ടി മറിയമേ? ഖാലത്ത്, മറിയം ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഭക്ഷണമാണ്, സ്പെഷ്യലാണിത്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു വേണ്ടുന്ന ആളുകൾക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന ആളാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹ് പറയുകയും ചെയ്യുന്നു. ഹുനാലിക ദഅ സക്കരിയ, അതിൻ്റെ അപ്പുറം കൂടി പറയണം കഥ ഫുള്ളാണെങ്കിൽ. ഈ കറാമത്ത് മറിയം ബീബിക്ക് കണ്ടപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാമിന് ഹുനാലിക, അന്നേരം സക്കരിയ നബി ഒരു ദുആ നടത്തി. മറിയം ബീബിയുടെ കറാമത്ത് കണ്ട ആ മാത്രയിൽ ഒരു ഈമാൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ ദ്വാരന ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ദുആ ചെയ്തു. ഹുനാലിക ദാ സക്കരിയ റബ്ബഹു, റബ്ബിനെ വിളിച്ചു. ഖാല, പറഞ്ഞു, റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, എനിക്ക് നല്ലൊരു മകനെ നീ തരണേ അല്ലാഹ്. ഇന്നക സമീഉദ് ദുആ, നീ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ്. മറിയം ബീവിക്ക് കൊടുത്തത് എൻ്റെ കണ്ണിലിതാ കറാമത്ത് കണ്ടു, അതുകൊണ്ട് എനിക്ക് നീ ഒരു മകനെ കൂടി എനിക്ക് തരാമോ? എനിക്കൊരു മകനില്ല. ഫനാദത്തുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അപ്പോഴാണ് മലക്കുകൾ വിളിക്കുന്നത്. എപ്പോ? അവർ മിഹ്റാബിൽ സക്കരിയ നബിയും അതാ രാത്രി നിസ്കാരവും മറ്റു നിസ്കാരവും നിസ്കരിക്കുന്ന മിഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് ഉത്തരം കൊടുത്തു. കണ്ട, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹ് പറയേണ്ട സമയവും ഉത്തരം കിട്ടുന്ന സമയവും ഏതാ? നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുക. എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കുക. മെഹ്റാബ് എന്ന് രണ്ടാമത് സക്കരിയ നബിൻ്റെ വിഷയവും പറയാൻ. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആ ഒരു
പിന്നെ സ്ഥലത്തിനെയാണ് മെഹ്റാബ് എന്ന് പറയുന്നത്. മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ സക്കരിയ നബിക്കും ഉത്തരം കിട്ടി. അല്ലാഹു ഇന്നല്ലാഹ യുബശ്ശിറുക, നിങ്ങളോട് പറയാൻ, സന്തോഷം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് തരുന്നുണ്ട് ബിയഹ്യാ, യഹ്യ എന്ന് പേരുള്ളൊരു നബിയായ മകനെ നിങ്ങൾക്കു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് മിഹ്റാബിൽ നിന്ന് വിളി കേട്ടു. അപ്പം മിഹ്റാബിൽ രാത്രി നിസ്കാരം നിസ്കരിച്ച മഹാന്മാർ, അവർക്ക് അല്ലാഹു കൊടുത്ത മഹത്വമാണിതിൽ പറഞ്ഞതെങ്കിൽ ഇത് മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ നിസ്കാരമാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരം അത് സ്വാലിഹീങ്ങളുടെ പതിവാണ്. മാത്രമല്ല വഖുർബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വേണ്ട ഒന്നാമത്തെ സ്വഭാവം രാത്രി അവൻ എഴുന്നേൽക്കലാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരെയും ദാസികളെയും എങ്ങനെയുള്ളവരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്. തതജാഫാ ജുനൂബുഹും, അവരുടെ പുറം ഭാഗങ്ങൾ, അവരുടെ ശരീരങ്ങൾ അത് ഇളകുകയാണ്, അകലുകയാണ്. എവിടുന്ന്? അനിൽ മളാജി, അവർ കിടന്ന പായയിൽ നിന്ന്, കട്ടിലിൽ നിന്ന്, ബെഡിൽ നിന്ന് അവരുടെ തടി ഇളകുകയാണ്. രാത്രിയാകുമ്പോൾ അവരുടെ തടി പൊന്തുകയാണ്. അവർ കിടന്ന കിടക്കയിൽ നിന്ന് അവർ എണീക്കുകയാണ്. യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഖുർആൻ പറയുന്നു തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മദ്ഹ്, അവർ അള്ളാഹുവിനോട് പേടിച്ചുകൊണ്ടും അള്ളാഹിൻ്റെ കൂലി കൊതിച്ചുകൊണ്ടും, യദഊന റബ്ബഹും, റബ്ബിനെ അവർ വിളിക്കുന്നു, ഖൗഫൻ പേടിച്ചുകൊണ്ടും, വതമഅൻ മോഹിച്ചുകൊണ്ടും. അവരുടെ ഉള്ളിൽ അള്ളാഹിനോടുള്ള മോഹമാണ്, അള്ളാഹുള്ള പേടിയുമുണ്ട്. ഇത്ര വലിയ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ആ പേടിയോടെ നിന്നവരല്ലേ ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹിനോടല്ലേ ദുആ ചെയ്തത്. 1 മാസം തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞ സംഭവമുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹാക്ക്. ഒരു യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൂടെ കൂട്ടിയതാ. മാല കാണാതായി വരുമ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങി മാല തേടാൻ പോയ ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയാതെ യാത്രക്കാർ മുഴുവനും അവിടെ നിന്ന് വന്നു. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ വെക്കുന്ന ഒട്ടകക്കട്ടിൽ എന്ന റൂം, ആ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള റൂമിൽ ആയിഷ ഉമ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ച് റസൂലുള്ളാഹും അതിൽ കയറി വന്നു. ഉള്ളിൽ നോക്കിയിട്ടില്ല. കുറേ അപ്പുറത്തെത്തുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ കയറിയിട്ടില്ല എന്നറിയുന്നത്. അപ്പോൾ ബാക്കിയായ ആളുകളെയൊക്കെ കൊണ്ടുവരുന്ന പിന്നെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ബാക്കിലുണ്ടല്ലോ, അവർ കൊണ്ടുവരുമെന്നുള്ള നിലക്ക് എല്ലാവരും സന്തോഷിച്ചു. നോക്കുമ്പോൾ പിന്നാലെ വീണ വസ്തുക്കൾ എന്തെങ്കിലും പറക്കാൻ വേണ്ടി ബാക്കിൽ വരുന്നൊരു സ്വഹാബിയുണ്ട് സഫ്വാൻ. അവർക്ക് കണ്ടു സഫ്വാൻ തങ്ങളെക്കുറിച്ച് പിന്നീട് ജനങ്ങൾ പറഞ്ഞു പരത്തി. ആയിഷ ഉമ്മാൻ അവിടെ നിർത്തിയതാണ്. അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ആയിഷ ഉമ്മാനെ കുറിച്ച് വ്യഭിചാരാരോപണം നടന്നുപോയി. ഇതൊന്നും ആയിഷ റളിയല്ലാഹു അറിയുന്നില്ല. ഒട്ടകം മുട്ടുകുത്തിച്ചിട്ട് അതിൽ കയറ്റിയതല്ലാതെ ഒരക്ഷരം അവർ പരസ്പരം മിണ്ടിയിട്ടില്ല. മദീനയിലേക്ക് എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവരൊക്കെ പറയുന്നത് കേൾക്കുന്നു. എല്ലാവരും ആയിഷ ഉമ്മാനെ കുറിച്ച് മോശം പറയാണ്. ചെറുപ്പക്കാരിയല്ലേ, കല്യാണം കഴിക്കാത്ത സഫ്വാൻ ഇബ്നു മുഅത്തൽ, അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും എന്ന് പറഞ്ഞ് മുനാഫിഖായ അബ്ദുല്ലാഹി സുലൂൽ എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ടാക്കിയ ഫിത്ന ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ പോലും വിശ്വസിച്ചു പോയി. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ടന്നെ ഉണ്ടാക്കി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മോശമായിട്ട്. അവരെ കണ്ണിൻ്റെ കാഴ്ച അള്ളാഹു നഷ്ടപ്പെടുത്തി. ആയിഷ ഉമ്മാനെ കളിയാക്കിയപ്പോൾ ഇതൊന്നും ആയിഷ ഉമ്മാക്ക് അറിയുന്നില്ല, ചെറിയ പ്രായമല്ലേ. അവർക്ക് പനി വന്നു യാത്ര കഴിഞ്ഞപ്പോൾ. 1 മാസം ഇങ്ങനെ ഉള്ളിൽ എന്നെ കിടന്നു. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് പഴയ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എൻ്റെ അടുത്ത് പനി വന്നപ്പോൾ വന്ന് ഇരിക്കുന്നില്ല. അതുപോലെ ഒന്നുമില്ല, ഇടയ്ക്കൊരു വരും, പനി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു പോവും. ഒന്നും എനിക്കൊരു വ്യത്യാസം കാണുന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും തിരക്കായിരിക്കും എന്ന് മാത്രമേ ആയിഷ ഉമ്മ വിചാരിച്ചിട്ടുള്ളൂ. രാത്രി പുറത്തു പോകണം ബാത്റൂമിലേക്ക്. അങ്ങനെ വേറൊരു ഉമ്മാനെയും കൂട്ടി പോകുമ്പോൾ ആ ഉമ്മ മിസ്തഹ് എന്ന സ്വഹാബിയുടെ ഉമ്മയാണ്.
പെട്ടെന്ന് കാലിങ്ങനെ കുതറി വീഴാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ വീണേനെ എൻ്റെ മോൻ്റെ കുരുത്തക്കെട്ടിൽ എന്ന് പറഞ്ഞു. മിസ്തഹിൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ബദറിൽ പങ്കെടുത്ത നിങ്ങളെ മോനെ നിങ്ങൾ ചീത്ത പറയുന്നോ? മോളെ, പൊന്നാര മോളെ, പൊട്ടിപ്പെണ്ണെ, നിനക്കറിഞ്ഞിട്ടില്ല അല്ലേ? എല്ലാവരും എൻ്റെ മോനടക്കം അങ്ങനെ പലതും പറയുന്നുണ്ട് മോളെ. ആയിഷ ഉമ്മാക്ക് പനിയുടെ മേൽ പനിയായി, ഞെട്ടിപ്പോയി. വീട്ടിൽ പോയി 1 മാസം അങ്ങനെ കരഞ്ഞു തീർത്തത് അങ്ങനെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞു. 1 മാസം വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 1 മാസം കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇൻ കുന്തി അലംതി ബിദംബിൻ ഫസ്തഗ്ഫിരി. ഓ ആയിഷ, നിന്റെ മനസ്സിൽ വല്ല തെറ്റും നീ ചെയ്യാൻ നീ ഉദ്ദേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും നീ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞ് തൗബ ചെയ്തോ മോളെ. നിന്റെ ദോഷം അല്ലാഹു തൗബ ചെയ്താൽ പൊറുക്കും. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു, എന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തൗബ ചെയ്യാൻ പറയുമ്പോൾ സംശയിക്കുന്നു എന്നല്ലേ അർത്ഥം. അങ്ങനെയാണ് ആയിഷ ഉമ്മ മനസ്സിലാക്കിയത്. ഞാൻ കണ്ണുനീരിനെ തുടച്ചു, ഇനി കരയുന്നില്ല. എന്നാരും വിശ്വസിക്കുന്നില്ല അല്ലേ? ഞാനിനി കരയുന്നില്ല, കണ്ണ് തുടച്ചു, അതുമുതൽ കരഞ്ഞിട്ടില്ല. പിന്നെ റബ്ബിൽ ഉറപ്പിച്ചു, പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ വന്ന എൻ്റെ ഉപ്പാപ്പാൻ്റെ ഉപ്പാപ്പായായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് മോശമായ വാർത്ത പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, ഫസബുറുൻ ജമീൽ, ഞാൻ മനോഹരമായി ക്ഷമിക്കുന്നു. അതുപോലെ ഞാനും ഇപ്പം പറയുന്നു, എന്നാരും വിശ്വസിക്കണ്ട, എൻ്റെ റബ്ബ് എന്നെ കുറിച്ച് അറിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ റസൂലുള്ളാഹി സംശയിച്ചതോ അല്ല. അത് പൊതു നിയമം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു അറിയിക്കാതെ ഒന്നും പുറത്തു പറയില്ല. മായന്തിഖു അനിൽ ഹവ, സ്വന്തം അറിഞ്ഞാലും റസൂലുള്ളാഹിക്ക് മിണ്ടാൻ അധികാരമില്ല. അള്ളാഹു അറിയിച്ചാലേ, പറയാൻ അനുവാദം കൊടുത്താലേ പറയലുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി വല്ലാഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ആയിഷ ബീബി എൻ്റെ ഭാര്യയിൽ എനിക്ക് ഖൈറല്ലാതെ കണ്ടിട്ടില്ല, എനിക്ക് ഖൈറല്ലാതെ കണ്ടിട്ടില്ല എന്ന് വല്ലാഹി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എങ്കിൽ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലവും റസൂലുള്ളാഹിക്ക് ആയിഷ ഉമ്മയിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നും അറിയാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ആയിഷ ബീബി അവൾ സംശുദ്ധയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചാരം നടത്തില്ല. അപ്പൊ പിന്നെ റസൂലുള്ളാഹിക്ക് ഉറപ്പല്ലേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്. പിന്നെ എന്തേ പറയാത്തത്? വഹി പറയാതെ അത് പറഞ്ഞാൽ നിയമത്തിന് എതിരാകും. മാത്രമല്ല മുനാഫിക്കുകൾ പറയും, കണ്ടോ സ്വന്തം ഭാര്യയെക്കുറിച്ച് അപ്പം തന്നെ അതില്ല എന്ന് പ്രഖ്യാപിച്ചു, ആയത്തൊന്നും വേണ്ട, ബാക്കിയുള്ളവർക്ക് ആയത്തൊക്കെ വേണോ എന്നും പറയുമെന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി വിയർത്തു. അവിടുന്ന് ആ തണുത്തുറച്ച ദിവസങ്ങളിൽ വിയർക്കണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുമ്പോഴല്ലാതെ വിയർക്കില്ല. വഹി ഇറങ്ങിപ്പോയി. സൂറത്തുൻ നൂറിൽ 10 ആയത്തുകൾ, സുബ്ഹാനല്ലാഹ്, 10 ആയത്തുകൾ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നിരപരാധിയാണ്, സംശുദ്ധയാണ്, അവരിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ അള്ളാഹു ഇറക്കി. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, അബിശിരിയ ആയിഷ, ആയിഷ നീ സന്തോഷിച്ചോ, അമാ അല്ലാഹു ഫഖദ് ബറഅകി, നിന്നെ അള്ളാഹു നിരപരാധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു നിന്നെ തെറ്റിൽ നിന്ന് മോചിതയാണെന്ന് ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ, എൻ്റെ പൊന്നുമോളെ, നേരെ പോയിട്ട് റസൂലുള്ളാഹിക്ക് സ്വാഗതം പറ, റസൂലുള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് റസൂലുള്ളാഹിനെ പുകഴ്ത്തിപ്പറ, പിണക്കങ്ങളൊക്കെ മാറിയില്ലേ, ഇനി പോയി കെട്ടിപ്പിടിക്കുന്ന് പറഞ്ഞപ്പോൾ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതില്ല, റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഇപ്പം ഞാൻ ഹംദ് പറയാൻ പോവില്ല, വല്ലാഹി ലാ അഖൂമു,
റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഇപ്പം ഞാൻ പോവില്ല. വലാ അഹ്മദു ഞാൻ നിരപരാധിയാണെന്ന് ലോകത്തിനെ അറിയിച്ച എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാതെ എനിക്ക് റസൂലുള്ളാഹിനോട് ഒന്നും മിണ്ടാനില്ല. എന്നെ സംശയിച്ചിട്ട് തൗബ ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ. എന്നെ അത്രമേൽ സ്നേഹമുള്ള റസൂലുള്ളാഹ് എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഹുബ്ബീലക അഖദത്തി ഹബിലിൻ, ഞാനും നീയും തമ്മിലുള്ള സ്നേഹം ഒരു കയറിൽ ഇങ്ങനെ 2 കയറ് മുറുക്ക കെട്ടിയതുപോലെയാണ് എന്ന് പറയാറുണ്ട്. ലാ യസ്തതി അഹദുൻ ഹല്ലഹ, ആ കയറിനെ പൊട്ടിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല, അത്ര പ്രേമമാണ് എനിക്ക് നിന്നോട് എന്ന് എന്നോട് പറയാറുള്ള മുത്തുനബി എന്നെ സംശയിച്ചില്ലേ? ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കളിയായിട്ട്, കൈഫ ഹാലുൽ അഖദ, ആ ബള്ളി എങ്ങനെയുണ്ട് ഇപ്പോൾ, ആ ബള്ളി എങ്ങനെയുണ്ട് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. കമാഹിയ, അതങ്ങനെ പൊട്ടാതെ ഉണ്ട് ആയിഷ എന്ന് പറയാറുള്ള എൻ്റെ മുത്ത് നബി എന്നെ സംശയിച്ചില്ലേ? എന്നെ യഥാർത്ഥമായി അറിഞ്ഞത് എൻ്റെ റബ്ബ് മാത്രമാണ്. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് 2 റക്അത്ത് കൈകെട്ടി നിസ്കരിച്ചിട്ട് അതിന് ശേഷമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്തേക്ക് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നോക്കിയതെങ്കിൽ നമുക്കാരുമില്ല, നമുക്കൊരു നിലപാടും ഒരു നിലയും പൊന്തുന്നില്ല, നമ്മൾ എല്ലായിടത്തും പരാജയപ്പെടുകയാണ്, നമുക്ക് പുരോഗതിയില്ല, വീടായിട്ടില്ല, നമുക്ക് മക്കൾക്ക് ജോലിയായിട്ടില്ല, ഭർത്താവിന് ശരിയായൊരു പുരോഗതി വന്നിട്ടില്ല, എല്ലാ വിഷമവും നിനക്ക് രാത്രി അള്ളാന്റെ മുമ്പിൽ നിന്നെ അറിയുന്ന, നിന്റെ അവസ്ഥകളെ അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? അതാണ് പറഞ്ഞത്, നിങ്ങൾ രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കണം, അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിലേക്ക് അടുത്തത് എങ്ങനെയാണ്? ഭർത്താവിനോട് എന്തെങ്കിലും പിണക്കമുണ്ടാകാനാണോ? ഈ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നന്നായിട്ട് പെരുമാറണ്ടെന്നല്ല അർത്ഥം. അതിനു മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയം കീഴടക്കിയ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി തങ്ങൾക്ക് ആ മലയുടെ മുകളിലേക്ക് പാത്രവുമായി പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയാറുണ്ട്, ഹാദിഹി ഖദീജ, ദേ ഖദീജ വരുന്നു. ഖദ് അത്തത്ത് മാഹാ ഇനാഉൻ, അതാ ഖദീജ വരുന്നു, കൂടെ പാത്രമുണ്ട്, ഫീഹി ഇദാമൻ അല്ലെങ്കിൽ ത്വാം അല്ലെങ്കിൽ ഷറാബ്, എന്തെങ്കിലും തിന്നാൻ കുടിക്കാനൊക്കെ ഉണ്ടാവും. എത്തിയാൽ നബിയെ അവിടുന്ന് പറയണം, ഫഖറ അലൈഹിസ്സലാം മിർ റബ്ബിഹാ വമിന്നി, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ് എൻ്റെയും അള്ളാൻ്റെയും ഒരു സലാം അറിയിക്കണം. അള്ളാഹ് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഖദീജ ബീബിക്ക്. അള്ളാൻ്റെ സലാം കിട്ടുന്ന ഉമ്മയായത് എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രമേൽ സ്നേഹവും ഹൃദയവും തൻ്റെ മുഴുവൻ സേവനവും സമർപ്പിച്ചപ്പോഴാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, പോരാ, ഖദീജ ബീബിക്ക് അറിയിക്കണം അള്ളാഹു സന്തോഷം പറഞ്ഞത്. ഖദീജ ബീവിയോട് പറയണം, നബിയെ ബിബൈത്തിൻ ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ ഒരു വീട് റെഡിയായിട്ടുണ്ടെന്ന്, ബിൻ ഖസബിൻ, മുത്തിനാലുള്ള ഒരു വീട്. ഖദീജ ബീവിക്ക് മുത്തിൻ്റെ വീട് കിട്ടിയിട്ടുണ്ട്. ലാ സഖബ ഫീ, അതിൽ ഒച്ചപ്പാടും വിളിയും ചീത്ത പറയലും ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ ചീത്ത പറയലുണ്ട്, പിണങ്ങലുണ്ട്, പല കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരു ഒച്ചയും വിളിയും ശബ്ദ കോലാഹലങ്ങളും ഇല്ലാത്ത വീട് ഖദീജക്ക് റെഡിയായിട്ടുണ്ട്. ലാ സഖബ ഫീഹി വലാ നസബ, നസബും ഇല്ലാത്ത വീട്. നസബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, രോഗങ്ങൾ, പ്രയാസങ്ങൾ. നമുക്ക് അങ്ങനത്തെ വീടല്ലേ വേണ്ടത്? ഒരു പിണക്കവും ഇല്ലാത്ത സ്നേഹം മാത്രമുള്ളൊരു വീടല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതിനല്ലേ നമ്മൾ നല്ല ആളെ കൊണ്ടുവന്ന് ജാഗ നോക്കിക്കുന്നത്, അതിന് ആയം നോക്കുന്നത്, അതിന് കുറ്റിയടിക്കാൻ നല്ല ആളെ കൊണ്ടുവരുന്നത്. അതിനല്ലേ വീട്ടിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. TV പോലും വീട്ടിൽ വേണ്ടെന്ന് പറയുന്നത് ഈ വീട്ടിൽ പിശാച് വരുമെന്ന് പേടിച്ചിട്ടല്ലേ? നീ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ നിന്റെ വീടും സന്തോഷത്തിൻ്റെ വീടാകും കേട്ടോ.
മാത്രമല്ല ഒരു രോഗവുമില്ലാത്ത വീടല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ശരിയായ നിലക്ക് കിട്ടണമെങ്കിൽ സ്വർഗത്തിൻ്റെ വീടാണ് അതിന് നമുക്ക് കാത്തിരിക്കേണ്ടത്. മഹദിമാരെല്ലാം അള്ളാഹുവിലേക്ക് അടുത്തത് രാത്രി ചോറ് തിന്നിട്ട് രാവിലെ വരെ കിടന്നുറങ്ങിയിട്ട് സുബഹി വാങ്കിന് എഴുന്നേറ്റത് കൊണ്ടല്ല. സുബഹി നിസ്കരിച്ചാൽ പോരെ ഉസ്താദേ? ഇല്ല. ക്ലാസ്സിന് വരുന്ന ഉമ്മമാർ സുബഹി മാത്രം നിസ്കരിച്ചാൽ പോരാ. ഞാനൊന്ന് പറയാം, നമ്മൾ ഈ ക്ലാസ്സിന് വരാത്തവരായാലും വരുന്നവരായാലും തഹജ്ജുദിന് രാത്രി എണീക്കാത്ത ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ബേജാറ് തോന്നരുത്. ഉസ്താദ് ഞങ്ങളെ എന്തോ ബെടക്കാക്കി പറഞ്ഞു, ഭയങ്കര ചൂട്ടിൽ പറഞ്ഞു എന്ന് വിചാരിക്കുക. നമുക്ക് ചൂടാന്ന് കുറവാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് പറയാണ്. എന്ത്? ഒരാൾ സുബഹി വരെ കിടന്നുറങ്ങാണ്. അങ്ങനത്തെ ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഹത്താ അസ്ബഹ മാ ഖാമ, സുബഹി വരെ ഉറങ്ങും, മാ ഖാമത്തി ഇലസ്സലാ, മാ ഖാമ ഇലസ്സലാ, രാത്രി ഒരു 2 റക്അത്ത് മൂപ്പര് നിസ്കരിക്കൂല. റസൂലുള്ളാഹി ഒറ്റ വാക്ക് പറഞ്ഞു, ബാല ശൈത്താനു ഫീ ഉദ്നൈഹി, അയാളെ 2 കാതിലും ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്. രാത്രി ശൈത്താന്റെ കക്കൂസാക്കി മാറ്റാൻ നമ്മുടെ കാത് കൊടുക്കണോ? പിന്നെ അവർക്ക് വയല് കേൾക്കാൻ വരാൻ തോന്നില്ല. ക്ലാസ് എന്ന് വെക്കുമ്പോൾ വേണ്ട, ഒരു ക്ലാസ് കുറേ കേട്ടതാണ് ഞമ്മ വേണം അങ്ങോട്ട് ക്ലാസ് എടുക്കാം. ഞമ്മ പഠിച്ചത്ര അയാൾ പഠിച്ചിനാ. ഇതെന്തുകൊണ്ട്? ആ കാതിൻ്റെ ഉള്ളിലേക്ക് പിശാച് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. പിശാച് മൂത്രമൊഴിച്ച കാതിന്, ഇബ്ലീസിന് മൂത്രമൊഴിക്കാനുള്ള കക്കൂസാക്കി മാറ്റിയ നിന്റെ കാതിന് ഇൽമ് കേൾക്കാൻ തൗഫീഖ് ഉണ്ടാകുമോ? റമദാൻ കഴിയട്ടെ, ക്ലാസ്സും ഇല്ല മണ്ണും ഇല്ല. നിങ്ങൾ ക്ലാസ്സിന് എന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോ, ആ തീരുമാനം മാറും. കാരണം കാതിന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയല് വെക്കൂല. അതെന്തുകൊണ്ട് വരുന്നു? രാത്രി 2 റക്അത്ത് നിസ്കാരം ഇല്ലാത്തത് കൊണ്ട്. ഈമാനോടെ മരിക്കണ്ടേ, സ്വാലിഹീങ്ങൾ പോകുന്ന സ്വർഗത്തിൽ പോകണ്ടേ, മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ നിൽക്കണ്ടേ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സലാം പറയണ്ടേ, ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ കണ്ണു നിറയെ കാണണ്ടേ, രാത്രി നിസ്കരിക്കുന്ന ഉമ്മ, പകലിൽ മുഴുവനും ജോലി ചെയ്യുന്ന ഉമ്മമാർ റമദാനിൽ ഒരു ഖത്തം എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ഉസ്താദെ. രാവിലെ 10 മണി മുതൽ ഞങ്ങൾ തുടങ്ങുകയാണ് വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ. എപ്പോഴാ ഞങ്ങൾക്ക് തഹജ്ജുദിന് സമയം കിട്ടുക? തഹജ്ജുദിന് സമയം കിട്ടുന്നില്ല, ഖുർആൻ ഓതാൻ സമയം കിട്ടുന്നില്ല. 2 റക്അത്ത് തഹജ്ജുദ് വിടാത്തൊരു ജീവിതം നീ ആക്കാൻ തീരുമാനിച്ചാൽ, പകൽ നീ ഭർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോ അത് അള്ളാഹു കൽപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് ഖുർആൻ ഓതാൻ സമയം കിട്ടിയില്ലെങ്കിലും ഒരു ഖത്തം മാത്രമേ ഓതിയിട്ടുള്ളൂ എങ്കിൽ പോലും അള്ളാഹു നിന്നെ കബൂലാക്കും കേട്ടോ. എന്താണ് ഞാനിങ്ങനെ പറയാൻ കാരണമെന്നറിയോ? ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട് കണ്ടില്ലേ? വളരെ പഴയ വീടല്ലേ, ചെറിയ വീടല്ലേ, അവിടെ സൗകര്യങ്ങൾ കുറവല്ലേ, കറണ്ടിൻ്റെ അടുപ്പില്ല, അലക്കാൻ വാഷിംഗ് മെഷീൻ ഇല്ല, മറ്റു സാമഗ്രികളില്ല, ജോലിക്ക് റോബോട്ടില്ല. ഇന്നെല്ലാ വീട്ടിലും വലിയ മുതലാളിമാർക്ക് റോബോട്ട് വരെ വീട്ടിലുണ്ട്, ജോലിക്കാരിയെങ്കിലും ഉണ്ട്. ഒന്നുമില്ലാത്ത ആ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള്, സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ മാവ് അരക്കുകയാണ്. 2 ഇരട്ട മക്കളല്ലേ ഉള്ളത്, ഇരട്ട പെറ്റ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. 2 ആളെയും ഉറക്കണ്ടേ? 2 തൊട്ടിലാക്കിയിട്ട് 2ലേക്കും ചേർന്ന് കൊണ്ടൊരു 2 കയറ് കെട്ടിയിട്ട്, വള്ളി കെട്ടിയിട്ട് 2 കയറിൻ്റെ അറ്റവും ഒരു കൈയിൽ പിടിച്ചിട്ട് കൈ കൊണ്ടിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കുട്ടിയെ ഉറക്കാൻ തൊട്ടിലാട്ടുകയാണ്. മറ്റേ കൈ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു സുബഹി നിസ്കരിച്ച് വരുമ്പോൾ കൊടുക്കാനുള്ള പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അരക്കുകയാണ്. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ
അവരുടെ നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. രാത്രി നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ഭർത്താവിന് വേണ്ടിയിട്ട് പാചകം തയ്യാറാക്കുന്ന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ മക്കള് കേൾക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാട്ട്. കേൾക്കാത്തൊരു മസാല കൂടി പറയട്ടെ. ഒരു കുഞ്ഞിന് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുന്നത് താരാട്ടായിട്ട് മാത്രമല്ല, നിർബന്ധമാണ് ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പഠിപ്പിക്കൽ. ഒരു മുസ്ലിമായ ആൾക്ക്, ഒരു മുസ്ലിമായ മോന് ജനിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലെങ്കിലും മുസ്ലിമാണ്. എങ്കിലും അവൻ്റെ നാവ് കൊണ്ട് പറയിച്ചിട്ട് മുസ്ലിമാക്കേണ്ട കടമ നമുക്കുണ്ട്. ഒന്നുകൂടി ഉറപ്പിക്കൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുപ്പത്തിൽ തന്നെ താരാട്ട് പാട്ടി ഉറക്കുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ മനസ്സിലുണ്ടായാൽ ഏത് സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോഴും അവൻ ആടും, അവന് ഓടാൻ പറ്റില്ല. ദിക്റിന്റെ ഹൽക്കയിലെത്തിയാൽ എത്ര ആളുകളാണ് ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ആടുന്നത്. അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കും വിധം അവരുടെ മുഖമതാ റബ്ബിൽ ലയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഉമ്മ ചൊല്ലിക്കൊടുത്ത താരാട്ട് മനസ്സിന്ന് പോകുമോ? അവനേത് കരയുന്ന സമയത്തില്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിരിച്ചിട്ട് ആടൂലേ മകന്? അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉമ്മാന്റെ നാവുന്ന് വരുമ്പോഴുള്ള പവറ്. അവസാനം സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ മക്കളോ ഉറ്റവരോ ഉടയവരോ വീട്ടിലുള്ളവരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ അതേറ്റു പറയാൻ ആ കുഞ്ഞ് അതിന് മാത്രം തരപ്പെട്ടവനായി മാറുന്നത് ആ ഉമ്മാന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണെങ്കിൽ പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് കഴിഞ്ഞ് ക്ഷീണത്തോടെ ഇരിക്കുന്ന ആ ഉമ്മ മക്കളെ ഉറക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഭയങ്കര ക്ഷീണമായിരുന്നു പിറ്റേന്ന് പകല്. ഒരു പണിക്കാരത്തിയെ കിട്ടിയാൽ നല്ലതല്ലേ? യുദ്ധത്തിൽ നിന്ന് കുറേ അടിമ സ്ത്രീകൾ, അടിമകളെ കിട്ടുന്നുണ്ട്. ഒരാളെ പരക്ക് കിട്ടിയാൽ വിറകല്ല കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പണിയൊന്നും ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കൂല, ഞങ്ങൾക്ക് കൂലി കിട്ടണം. പുറത്തുനിന്ന് വിറക് കൊണ്ടുവരാൻ ഒരു അടിമനെ കിട്ടണം. റസൂലുള്ളാഹി വന്നിട്ട് പറഞ്ഞപ്പോൾ, ഓ പുന്നാര മോളെ, മരുമോനെ, രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അതിലും ഖൈറായത് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. അതിലും ഖൈറായത് അല അതുല്ലുക്കുമ അലാഹുവ ഖൈറുൽ ലക്കുമ, അതിനേക്കാൾ ഖൈറായത് പഠിപ്പിച്ചു തരാം. അടിമ വേണ്ട, നിങ്ങളെ ക്ഷീണം മാറിയാൽ പോരെ, തടിക്ക് നല്ല കുണം കിട്ടിയാൽ പോരെ, അതിനെന്താ വേണ്ടത്? ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിയ്യത്ത് വെക്കുക, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. ഉറങ്ങുമ്പോൾ അങ്ങനെ നിയ്യത്ത് വെക്കണം. എന്നിട്ട് ഉറങ്ങിപ്പോയാൽ പിറ്റേന്ന് പകലിൽ അതിനെ ഖളാ വിട്ട നിയ്യത്ത് അങ്ങനെ മനസ്സിൽ വിചാരിക്കാതെ കിടന്നോ. പകലിൽ തഹജ്ജുദാക്കിയാൽ അത് തഹജ്ജുദാവില്ല, അത് വേറെ എന്തെങ്കിലും നിസ്കാരമാവുക. തഹജ്ജുദ് തന്നെ ആവണമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ തഹജ്ജുദിന് എണീക്കും എന്ന് പറഞ്ഞ് നിരീക്കുക മാത്രമല്ല, നിരീച്ചാലും എണീക്കാത്ത നീ മെല്ലെ അലാറം വെക്കണം, അൽറാം വെക്കണം. അങ്ങനെ നീ ഉറങ്ങാൻ പോകുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്യണം മോളെ, മരുമോനെ. രണ്ടാളോടും പറയാണ് 33 സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അപ്പുറം നിനക്കറിയും. 33 അൽഹംദുലില്ലാഹ്, അതിൻ്റെ അപ്പുറം നിനക്കറിയാലോ. 33 അല്ലാഹു അക്ബർ എന്നല്ലേ? അല്ല, 34 അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു. നിസ്കരിച്ചിട്ടായിട്ട് ചെല്ലുന്ന അതന്നെ. നിസ്കരിച്ചിട്ടായിട്ട് ചെല്ലുമ്പോൾ എല്ലാം 33 100ആക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞിട്ട് 100ആക്കും. ഇവിടെ 100ആക്കാൻ അതല്ല ഹദീസിലുള്ളത്. പിന്നെ ഉറങ്ങുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. അതാണ് ആയിഷ ഉമ്മ പഠിപ്പിച്ചത്. വിഷയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് ഖുർബത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാ. വമുകഫിറത്തുൽ ലിശ്ശയ്യാത്ത്,
രാത്രിയിലെ 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, അത് ചെറിയ വിഷയമാണെന്ന് നിങ്ങൾ കരുതണ്ട. റബ്ബ് നമ്മളെ ശരീരത്തിനെ, നമ്മളെ റൂഹിനെ, വെളുത്ത തുണിയെ നല്ലവണ്ണം വെള്ളത്തിൽ മുക്കി അതിന് സോപ്പിട്ട് കുത്തിയിട്ട് നിങ്ങൾ അലക്കി കഴിയുമ്പോൾ അതിന് എന്ത് നല്ല വെളുപ്പാണ് വരുന്നത്. അതുപോലെ നിങ്ങളെ ദോഷങ്ങളൊക്കെ പുറത്തിട്ട് നല്ല ഒരു റൂഹായി നിങ്ങളെ റൂഹിനെ മാറ്റാൻ പാതിരാത്രിക്ക് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുമൂലം രാത്രി തഹജ്ജുദ് നിസ്കരിച്ചാൽ തടിയല്ല ക്ഷീണിക്കുന്നാണോ വിചാരിച്ചത്? രാത്രി തഹജ്ജുദ് നിസ്കരിച്ചതിനെ കുറിച്ച് റസൂൽ പറയുന്നത് ശരീരത്തിന്റെ സൂക്കേടിനെ ഓടിച്ചു കളയുന്നതാണ് തഹജ്ജുദ് നിസ്കാരം. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ. രാത്രിയിൽ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. രാത്രി എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്, പിന്നെന്ത് ചിന്ത വരാനാണ്? ആരെങ്കിലും കാണാനാണോ? ആർക്കും അറിയില്ല. വളരെ ശബ്ദം താഴ്ത്തിയിട്ടാണ് ഖുർആൻ ഓതേണ്ടത്. അതേസമയം കുറച്ച് സൗണ്ട് എടുക്കൽ സുന്നത്താണ്. കുറച്ച് സൗണ്ട് എടുക്കണം, കുറേ സൗണ്ട് എടുക്കണ്ട. വലിയ സൗണ്ടിൽ ഓതിയ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞ നീ കുറക്ക് മെല്ലെ ഓതിക്കൊണ്ടാ. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂൽ പറഞ്ഞു കുറച്ച് സൗണ്ട് കൂട്ടണം. ഇങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. സ്ത്രീകളുടെ ശബ്ദം എല്ലാ നിസ്കാരത്തിലും പുറത്തേക്ക് കേൾക്കാത്ത വിധം മിതമായ സൗണ്ടാകൽ നിർബന്ധമാണ്. വീട്ടിൽ ഖുർആൻ ഓതുന്നെങ്കിലും, മുഹിയുദ്ദീൻ മാല പാടുന്നെങ്കിലും, നഫീസ ബീബിയുടെ മാല പാടുന്നെങ്കിലും, നഫീസ ബീബി വഫാത്തായ ഒരു മാസമല്ലേ റമദാൻ 15 ഈ ലോകത്തോട് വിട പറഞ്ഞ നഫീസ ബീബിൻ്റെ മാല പാടുകയാണെങ്കിലും നീ നിന്റെ ശബ്ദം താഴ്ത്തിയിട്ടാണ്. ആരെങ്കിലും വീട്ടിൽ വന്നാൽ വിരിക്കപ്പുറത്ത് നിന്ന് നിന്റെ സൗണ്ട് ഇപ്പുറത്തേക്ക് കേൾക്കാത്ത വിധം നീ പാടിക്കോ. വരിശബീബിൽ മൗത്ത് വന്ന് ഹളിറായോക്കത്തെ വൈദ്യൻ ഊരത്തു നോമ്പോഴിക്കുവാനോരത്തെ പിരിശർ തരിത്തരോട് ഓതി ഞാൻ മൂറിത്തിടാ സൗമാനെ തനിയവൻ നോമ്പോടുകൂടെ എന്നെ ഇഫൾ താനേ മരണമാക്കും എണ്ടുപിണ്ട് ഓതി അൻആമാനെ മനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. ഇങ്ങനെ പാടുക. എല്ലാവരും പേര് റെഡിയായ ആ ചെറിയ കടലാസിന്ന ഈനെ വെച്ചിട്ട് മടക്കിയിട്ട് ഒന്നുകൂടി നമ്മളെ മോള് വന്നിട്ട് എന്നാ ഇനിങ്ങനെ മടക്കിയിട്ട് ഏതെങ്കിലും 2 നമ്പർ എടുക്ക്. അതിൽ ഏത് നമ്പർ വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്കൊരു സമ്മാനം കൊടുക്കാം. മാലയെല്ലാം പാടുന്ന ഉമ്മമാരല്ലേ, അറബി മലയാളം നല്ലോണം അറിയും. അമ്മ ജുസിൻ്റെ പരിഭാഷ കണ്ടിന നിങ്ങൾ? ആ അവസാനത്തെ 30ാമത്തെ ജുസിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പഠിക്കണ്ടേ? 2 ആൾക്ക് ഞാൻ അമ്മ ജുസിൻ്റെ പരിഭാഷ ഇപ്പം തരാം. ബാ ഇന്നാ നീ എന്നെ കൊണ്ടുപോയിട്ട് നീ എന്നെ എല്ലാത്തിനെയും സെറ്റാക്കി. എന്നിട്ട് എടുത്തിട്ട് ആ പേരെന്താക്കണോ, ആ 2 ആളെ പേരാരി അവർക്ക് ഇത് ഞാൻ തരുമ്പോൾ കൊടുക്കണം. ആ പേര് ഞാൻ ഓരോന്നിനെ മടക്കീന്, അതേപോലെ നീ മടക്ക കൊണ്ടുപോയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിക്കും. ഈ പേരിപ്പോൾ നീ എന്നെ വെക്കണം. എഴുതുമ്പോൾ അറബിയിൽ ഓതണം. ഞാൻ നാളെ മറ്റന്നാൾ അടുത്ത ആഴ്ച ബുക്ക് തരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് അങ്ങോട്ട് കൊണ്ടുപോയിക്കും. അതിനെ ഓരോന്ന് സോൾവ് ആക്കിയിട്ട് 2 എടുക്കുക, ആരെ കൊണ്ടങ്ങ് എടുപ്പിക്കുക. ഓക്കെ. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടിമയായി കള്ളിഷാപ്പിൽ ജോലി ചെയ്യവേ തഹജ്ജുദിൽ മുഴുകിയ മഹദിയെപ്പോലെ നമുക്കും തഹജ്ജുദ് നിസ്കരിക്കണ്ടേ, ദോഷങ്ങൾ പൊറുക്കണ്ടേ, നമ്മുടെ തടിൻ്റെ രോഗങ്ങൾ ശിഫയാകണ്ടേ, നമ്മുടെ മുഖവും വെളുക്കണ്ടേ, വെളുത്ത പ്രകാശിക്കുന്ന മുഖമായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കലിമ ചൊല്ലി മരിച്ചിട്ട് ഖബറിൽ പോയി കിടക്കണ്ടേ. ഖബറിലെത്തുമ്പോൾ
മഹാന്മാർക്ക് സ്വീകരണം കൊടുത്തതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരണം കൊടുത്തതുപോലെ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു വരൂ നിനക്ക് വേണ്ട കൊട്ടാരം തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരത്തിന് പ്രതിഫലമായി ബഹുമാനപ്പെട്ടവരെ അള്ളാഹു സ്വീകരിച്ചതുപോലെ സുഫിയാൻ സൗരി റളിയല്ലാഹുവിന്റെ മരണശേഷം ഒരാൾ സ്വപ്നം കണ്ടു. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നളർത്തു ഇലാ റബ്ബി, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചത് കാരണം എനിക്ക് എൻ്റെ റബ്ബിനെ ഖബറിൽ കാണാൻ കഴിഞ്ഞു. ഫഖാല ലി, എന്നോട് പറഞ്ഞു, ഹനീഅൻ റിളാഇ അൻക യ ഇബ്ന സഈദി, എൻ്റെ ഇഷ്ടം നിനക്കുണ്ട്, വാ മോനെ, സ്വീകരണം, സ്വാഗതം. ലഖദ് കുന്ത ഖവ്വാമൻ ഇദൽ ലൈലു ഖദ്ദജ, രാത്രി ഇരുട്ട് മൂടുമ്പോൾ നീ എനിക്ക് വേണ്ടി നിസ്കരിച്ചവനല്ലേ. ബിഅബ്റാത്തി മുസ്താഖിൻ, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സ്നേഹം കാണിച്ചിട്ട്, വഖൽബിൻ അമീദ്, നോവുന്ന ഹൃദയവുമായി വേദനയോടെ നീ നിസ്കരിച്ചതല്ലേ. ഫദൂനക ഫഖ്തർ അയ്യ ഖസ്രിൻ തുരീദുഹു, നിനക്ക് വേണ്ട ഖസ്ർ, കൊട്ടാരം നിനക്കിതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് സെലക്ട് ചെയ്യാം. ആ കൊട്ടാരത്തിൽ കയറിയിട്ട് അവിടെ തന്നെ ഇരിക്കല്ലേ. ഫസുർനി ഫഇന്നി അൻക യ ഇബ്ന സഈദി, നിന്റെ കൊട്ടാരത്തിൻ്റെ അടുക്കൽ തന്നെ എന്നെ കാണാനുള്ള സാഹചര്യമുണ്ട്, നീ എന്നെ കാണാൻ വരുന്നില്ലേ മോനെ. അല്ലാഹുവിനെ സ്നേഹിച്ചവർക്ക് അല്ലാഹു ഖബറിൽ സ്വാഗതം പറയുകയാണ്. അങ്ങനെയാണ് തഹജ്ജുദ് നിസ്കാരത്തിനെ നിർബന്ധമാക്കിയവർ ജീവിതത്തിൽ നിർബന്ധമാക്കിയത്. ആ മഹാന്മാര് കടക്കുന്ന സ്വർഗത്തിൽ കടക്കാൻ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് വിടാൻ ഒരു ബുദ്ധിയുള്ളവന് കഴിയുമോ? അള്ളാനെ പേടിക്കുന്ന ഉമ്മാക്ക് കഴിയുമോ? ദുനിയാവത് സുഖവും ദുഃഖവും, എന്ത് സുഖം, അതിങ്ങനെ നാള് കഴിഞ്ഞു പോവും. അവസാനം ബാക്കിയാവുന്നത് ആ പാതിരാത്രിയിലെ 2 റക്അത്ത് നിസ്കാരം മാത്രമായിരിക്കും. അവസാനം നിസ്കരിച്ച് ക്ഷീണം ബാധിച്ച് വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന റാബിയത്തുൽ അദബിയ, വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ, ഇന്ന് രാത്രി ഞാൻ മരിക്കും മോളെ, തന്നെ ക്ലാസ്സിന് കൊണ്ടുപോയ അവിടെയുള്ള പരിചാരിക അബദത്ത് എന്ന് പറയുന്ന പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബദാ ലാ തുഅ്ദിനി ബിമൗതി അഹദാ, ഞാൻ മരിച്ചാൽ നീ ആരെയും അറിയിക്കണ്ട. ആരും പറഞ്ഞ ആണുങ്ങളൊക്കെ വന്ന് നോക്കാൻ തുടങ്ങും, അതിനോണ്ട് ആരോടും പറയണ്ട. വകഫിനി ഫീ ജുബ്ബത്തി ഹാദിഹി, എൻ്റെ ഈ രാത്രി നിസ്കരിക്കാൻ ഉപയോഗിച്ച എൻ്റെ നിസ്കാരക്കുപ്പായമില്ലേ, ഇതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം. അതാണ് സുന്നത്ത്. പഴയ കഫംപുടക്ക് പഴയ കുപ്പായമാണ് നല്ലത്, പുതിയത് വാങ്ങിക്കണ്ട. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരുന്ന അതിൽ തന്നെയാണ് കഫൻ ചെയ്യേണ്ടത്. നമ്മൾ ഹജ്ജിന് ഉപയോഗിച്ചത്, ഉംറക്ക് ഉപയോഗിച്ചത് നിസ്കരിക്കാനും ഉപയോഗിക്കണം. അതിൽ തന്നെ എന്നെ കഫൻ ചെയ്യണോ എന്ന് പറയണം. എൻ്റെ റബ്ബിനോട് രാത്രി ഭേട്ടിയായത്, സല്ലപിച്ചത്, നിസ്കരിച്ചത് ഈ കഫംപുടയിലാണ്. ഇതെനിക്ക് ആഖിറത്തിലേക്ക് റബ്ബിനെ കാണാനുള്ള മുഞ്ചുള്ള കുപ്പായമാണ്, ഇതിലെന്നെ കഫം ചെയ്യണമെന്ന് പറഞ്ഞുപോയി. അതുപോലെ മഹദി ലോകത്തോട് വിട പറഞ്ഞപ്പോ അതേ ജുബ്ബയിൽ, അതേ നിസ്കാരക്കുപ്പായത്തിൽ മഹദിയെ മറവ് ചെയ്തു. കഥ തീർന്നിട്ടില്ല. വഫാത്തിന് ശേഷം അബദത്ത് സ്വപ്നത്തിൽ കാണുകയാണ്. 1 കൊല്ലം കഴിഞ്ഞിട്ട് ബഅദ സനത്തിൻ അന്നഹു, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കുപ്പായം നസഅ അന്നി, വല്ലാഹു നസഅ അന്നി, എൻ്റെ കുപ്പായം റബ്ബ് അയച്ചിട്ട്, അബ്ദൽ തുമാ തറാനി, ഞാൻ ഇപ്പോൾ ഇട്ട ഈ മുത്തും പവിഴവും ധരിച്ച സ്വർഗത്തിൻ്റെ ഈ കുപ്പായമുണ്ടല്ലോ, ഇതെൻ്റെ റബ്ബ് എനിക്ക് തന്നതാ. അപ്പൊ മറ്റേ കുപ്പായം എന്തായി? തുവിയത്, അതിനെ മടക്കി വച്ചു. എന്നിട്ടോ
അതിനെ അള്ളാഹു എടുത്തു വെച്ചു. ഇല്ലീൻ എന്ന് പറയുന്ന എൻ്റെ റൂഹിനെ കൊണ്ടുപോയി വെച്ച ആ സ്ഥലത്ത് അതിനെ അള്ളാഹു മടക്കി സൂക്ഷിക്കുന്നുണ്ട്. ലിയക്മുല സവാബി യൗമൽ ഖിയാമ, ഖിയാമത്ത് ദിവസത്തിൽ അതിനെ മീസാൻ തുലാസിലിട്ട് തൂക്കാനാണ്. എൻ്റെ നിസ്കാരക്കുപ്പായത്തെ റബ്ബ് മാറ്റി വെച്ചു പോയി. തഹജ്ജുദ് നിസ്കരിക്കാമെന്ന് നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടല്ലാതെ എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ പോയാൽ ഞാൻ ഈ വിയർത്ത് കുളിച്ച് ഈ തൊണ്ട പറ്റിയിട്ട് പറഞ്ഞ 1 മണിക്കൂർ ചില്ലാനം ക്ലാസ് ഫലവത്താവില്ല. ഈ ക്ലാസ്സിൽ നിങ്ങൾ സുബഹി ബാങ്കിന് 1/2 മണിക്കൂർ മുമ്പ് എണിക്കാൻ തീരുമാനിക്കുക, റമദാൻ കഴിഞ്ഞാലും. എന്നിട്ട് സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ അപ്പം അത്താഴം വയ്ക്കുക. നോമ്പ് നോക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് വുളൂ ചെയ്ത് പായ വിരിച്ച് 2 റക്അത്ത് അള്ളാഹ്ക്ക് വേണ്ടി തഹജ്ജുദ് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്കരിക്കുക. 12 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കലുണ്ട്. കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ എത്രയും നിസ്കരിക്കാം. ഇനി വിത്റിനെ തന്നെ രാത്രി നിസ്കരിച്ചാൽ തഹജ്ജുദായി വിത്റിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ മതി. 11 വിത്ർ. അങ്ങനെയാണ് റസൂലുള്ള ചിലപ്പോൾ നിസ്കരിക്കൽ. ചിലപ്പോൾ രാവിലെ വരെ നിസ്കരിക്കും, ചിലപ്പോൾ കുറച്ച് നിസ്കരിക്കും. ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ നിസ്കാരമാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് ഉറങ്ങും, ഉറങ്ങിയിട്ട് എണിച്ചിട്ട് കുറേ നേരം നിസ്കരിക്കും, പിന്നെ സ്വബിയാകുമ്പോൾ പിന്നെ ഉറങ്ങും, പിന്നെ സ്വബയ്ക്ക് എണിക്കും. അങ്ങനെ പാതിയാക്കി നിസ്കരിക്കുന്നവരുമുണ്ട്. ഒന്നുമല്ലെങ്കിൽ സ്വബഹിന് തൊട്ട് മുമ്പ് സമയം കണ്ടെത്തി എഴുന്നേറ്റിട്ട് പിശാചിനെ കാതിൻ്റെ അവിടെ നിന്ന് കുത്തിയിരുന്ന മൂത്രമൊഴിക്കുന്നവനെ പായിച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബ്ഹി ബാങ്കിനെ കാത്തുനിന്ന് നീ ദിക്ർ ചൊല്ലിക്കോ. നിങ്ങളെ ദുആയിൽ എളിയ ഷാഹുൽ ഹമീദ് എന്ന ഈ പാവപ്പെട്ടവനെയും ഉൾപ്പെടുത്തിക്കോ. എൻ്റെ മരിച്ചുപോയ ഉപ്പാനെ ഉമ്മാനെ എൻ്റെ കുടുംബത്തെയും ഈ നാട്ടിൽ എനിക്ക് ഭക്ഷണവും വെള്ളവും നോമ്പ് തുറയും അത്താഴവും തരുന്നവർക്കും ശമ്പളത്തിന് ഒന്തിക കൊടുക്കുന്നവർക്കും സർവ്വമോമിനും മോമിനാത്തിനും നമുക്ക് ദുആ ചെയ്യുന്നവർക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എന്നെ അറിയുന്നവർ ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും വേണ്ടി ലോകത്തുള്ള സർവ്വമോമിനീകൾക്കും ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്യുക. ശൈഖുനാ കാന്തപുര ഉസ്താദിന്റെ ആയുസ് നീളാൻ, ദീനിനുപകാരമുള്ള യോദ്ധാക്കൾ, ധൈര്യശാലികൾ, മുതലാളിമാർ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, ഉസ്താദുമാർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്നും ഞാൻ നിങ്ങളെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്നും വസിയത്ത് ചെയ്ത് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ പട്ടികയിൽ തഹജ്ജുദ് നിസ്കരിച്ചവർ നിൽക്കൂന്ന് മഹ്ശറിൽ പറയുമ്പോൾ ഓടി റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന റാബിയത്തുൽ അദവിയാനെ പോലുള്ളവരോടൊപ്പം ചേർന്ന് പോകാൻ, മഹാന്മാരായ സുഫിയാൻ സൗരി തങ്ങളെപ്പോലെ അവരോടൊപ്പം ചേരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. രാത്രി വൈകിക്കിടന്ന് സുബി പോലും കളാക്കുന്ന നഷ്ടകാരികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. നന്മ കേൾക്കാൻ, നന്മ ചെയ്യാൻ, നല്ലത് സംസാരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഈ 10 കഴിയാറാകുമ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ ഒന്നും അവശേഷിപ്പിക്കാതെ റഹ്മാനും റഹീമും മലിക്കുമായ നീ ഞങ്ങൾക്ക് എല്ലാം പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ തടിയിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കണേ അല്ലാഹ്. മുഖത്തിന് വല്ല കലയോ കേടുപാടുകളോ ശരീരത്തിനോ സ്വഭാവത്തിനോ കേടുപാടുണ്ടെങ്കിൽ മുസവ്വിറായ നീ അതിനെ ചന്തമാക്കി നന്നാക്കി തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയ സഹോദരികൾ, മക്കൾ, അവർക്കൊക്കെ നീ നല്ല ഇണകളെ കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും നല്ല സ്നേഹവും ഇണക്കവും ബർക്കത്തും ഐശ്വര്യവും ആരോഗ്യവും ദീർഘായുസും ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൻ്റെ ഹുർമത്ത് കൊണ്ട്, ഞങ്ങളുടെ പ്രതിപാദിച്ച സാലിഹീങ്ങൾ സാലിഹാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് നീ നൽകണം റഹ്മാനെ. അവരോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ല, ഞങ്ങൾ ഈമാൻ വർദ്ധിപ്പിക്കണമല്ല, ആരോഗ്യം വർദ്ധിപ്പിക്കണമല്ല, രോഗങ്ങളൊക്കെ തടിയുന്ന ശിഫയാക്കണമല്ല. ഞങ്ങൾ ദ്വാവസീയത്ത് ചെയ്തവർക്കും ഞങ്ങൾക്ക് ദ്വാ ചെയ്യുന്നവർക്കും നീ ശിഫ നൽകണമല്ല. അബ്ദുൽ നാസർ മഹ്ദരിക്ക് ശിഫ നൽകണമല്ല. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ദീർഘായുസ് ആഫിയത്തോടെ നീ നൽകണം റഹ്മാനെ.
റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാർ, ഉപ്പമാർ, പ്രായമുള്ളവർ, ഞങ്ങളെ ഭർത്താക്കന്മാർ, ഞങ്ങളെ മക്കൾ, ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എൻ്റെ അനിയൻ വലിയ ക്ഷമ കുറഞ്ഞ പേടിയുള്ള ഒരാളാണ്, ഹാർട്ടിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. അള്ളാഹുവെ എല്ലാ പേടിയും മാറ്റി ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ഹലാലായ സമ്പത്ത് നൽകണം റഹ്മാനെ. എൻ്റെ എനിക്കൊരു വീടുണ്ടാകണം, അതിനുവേണ്ടി തറയിട്ട് വെച്ചിട്ടുണ്ട്, റബ്ബിൻ്റെ കനിവ് തേടുന്നു. അള്ളാഹുവേ നീ ഞങ്ങൾക്കത് എളുപ്പമാക്കി തരണം റഹ്മാനെ. വീടില്ലാത്തവർക്കൊക്കെ വീട് നൽകണം റഹ്മാനെ. പണി ബാക്കിയുള്ളവർക്ക് പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. കടമുള്ളവർക്ക് വീട്ടിൽ കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ, ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെയൊക്കെ ബിസിനസ്സിൽ ഏർപ്പാട്, തോട്ടങ്ങൾ, കൃഷികൾ എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. യാത്രയിലും മറ്റു വീട്ടിലും ഭാര്യമാരിലും മക്കളിലൊക്കെ ബർക്കത്ത് ചെയ്യണം അല്ലാ. അള്ളാഹു എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ ആപത്തിൽ നിന്നും, ഈമാൻ ഊരുന്നതിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, നിസ്കാരം ഖളായി പോകുന്നതിൽ നിന്നും, തഹജ്ജുദില്ലാത്ത ജീവിതത്തിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ മഅരിഫത്തിൻ്റെ വാതിൽ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. നിന്റെ ലിഖായിനെ കണ്ട്, സ്വർഗം കണ്ട്, മുത്തുനബിയെ കണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു ഈ മജ്ലിസിൽ ദുആ വസിയത്ത് ചെയ്തായിട്ടും അതുപോലെ സംഭാവന തന്നിട്ടും ഉസ്താദിന് ഹദിയ തരാൻ ഉദ്ദേശിച്ചു നേരത്തെ ഒരു സഹോദരി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടും എല്ലാം സംഭാവന, സഹായങ്ങൾ, ഹദിയകൾ നൽകിയവർ എല്ലാവർക്കും നീ എല്ലാ മുറാദ് ഹസിലാക്കണ അല്ലാ. അല്ലാത്ത ഞങ്ങളെപ്പോലുള്ള ഇതിൽ ഹാദറായ എല്ലാവർക്കും, ഞങ്ങളെ കുടുംബത്തിനും ദുആ ചെയ്തവർക്ക്, ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ സദുദ്ദേശങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. ഇന്ന് ലൈലത്തുൽ ഖദറാണ്, ഓരോ ഒറ്റയായ രാത്രിയും ലൈലത്തുൽ ഖദറാണ്. നല്ല നിലക്ക് നോമ്പ് തുറപ്പിക്കാനും പിന്നീട് മഗ്‌രിബ് നിസ്കാരവും സുന്നത്തും അവ്വാബി നിസ്കാരവും തഹജ്ജുദും വിത്തറും തറാവീഹും പിന്നെ തഹജ്ജുദും അങ്ങനെ എല്ലാം, തസ്ബീഹ് നിസ്കാരവും, കുറേ ദിക്റും കുറേ ഖുർആനോത്തും, കഴിയുമെങ്കിൽ സദഖയും എല്ലാം ചെയ്യാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അതിനുള്ള തൗഫീക്കും സമ്പത്തും എല്ലാം ഇപ്പോഴും എല്ലാ രാത്രികളിലും നീ നൽകണേ അല്ലാ. അവസാനം നല്ലൊരു സമയത്ത്, ഒരു വെള്ളിയാഴ്ച രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച അതേ നിസ്കാരക്കുപ്പായത്തോടെ കലിമ ചൊല്ലി സംസം കുടിച്ച് ഈമാനോടെ ഞങ്ങൾക്ക് മരണം നൽകണേ അല്ലാ. അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച ദിവസമോ മറ്റോ ഈമാനോടെ നോമ്പോടെ റമദാനിൽ ഞങ്ങൾക്ക് നീ മരണം നൽകണേ റഹ്മാനെ. മദീനയിൽ വെച്ച് ഉംറ നിർവഹിച്ച നിലക്ക് ഉംറ കഴിഞ്ഞവരായിട്ട് മദീനയിലെത്തി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ ചെയ്തവർക്ക്, ഇവിടെ ഇരിക്കുന്ന സഹോദരനും കുടുംബത്തിനും ഒക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ സർവ്വ ആവശ്യങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയും ഭവിഷ്യയും, ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, എല്ലാ ആവശ്യങ്ങളും, ഞങ്ങളുടെയും മക്കളുടെയും പാരമ്പര്യത്തിൻ്റെയും ദുആ ചെയ്ത് ആഗ്രഹിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ. ഞങ്ങൾ മരിച്ചാലും നീ ജീവിച്ചിരിക്കുന്നവരാണല്ലോ അല്ലാ. അവർക്കും നമുക്കും ദുനിയാവിലും ആഖിറത്തിലും വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ട പോലെ നീ എത്തിച്ചു തരണം അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഇന്ന് രാത്രി മുതൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ചൊല്ലണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നും ചൊല്ലുക. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ ദോഷത്തിൽ നിന്നും മാപ്പ് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.